ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ഒന്നാം പ്രതി ശേഖർ കുമാറിന്റെ ജാമ്യഹർജി എതിർക്കുമെന്ന് വിജിലൻസ് SP എസ് ശശിധരൻ. ഇടനിലക്കാരും ഇ.ഡി. ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയല്ലെന്നും SP പറഞ്ഞു. സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ 4-5 ഫോണുകളുടെ സൈബർ അനാലിസിസ് മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരിക്കലുമില്ല. നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൈബർ അനാലിസിസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടെല്ലാം കിട്ടാൻ അല്പം സമയമെടുക്കും. സോ നിതിൻ സേവർ വിവരണവുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്താണ് SP ശശിധരൻ പറയുന്നത്? അജിംസ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഒന്നാം പ്രതിയായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഈ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ശേഖർ കുമാറിനെതിരെ നേരത്തെ തന്നെ പല തെളിവുകളും ശേഖരിച്ചു എന്ന് വിജിലൻസ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ, ഈ പ്രതികളെ, ജാമ്യത്തിൽ പോയ പ്രതികൾ കഴിഞ്ഞ ദിവസം മുതൽ വിജിലൻസ് ഓഫീസിൽ ഹാജരായി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്നും കൂടുതൽ തെളിവുകൾ ശേഖർ കുമാറിനെതിരെ കണ്ടെത്താനാണ് വിജിലൻസ് ശ്രമിക്കുന്നത്. ആ തെളിവുകൾ മുൻനിർത്തി ഈ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ എതിർക്കാനാണ് നിലവിൽ ഈ വിജിലൻസ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ED ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ വിജിലൻസ് ശ്രമിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും SP പറഞ്ഞിരുന്നു. ഇന്ന് SP പറയുന്നത് ഈ ജാമ്യം ലഭിച്ചത് 2 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അത് വിജിലൻസിന്റെ ഒരു തകർച്ചയായി കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു വീഴ്ചയായി കാണുന്നില്ല എന്നാണ് SP പറയുന്നത്. ഏതായാലും ഇന്ന് ഈ ജാമ്യം ലഭിച്ച 3 പ്രതികളോടും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതികളുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കും. ഈ നേരത്തെ വിജിലൻസ് പിടിച്ചെടുത്ത ഡയറികളിൽ അല്ലെങ്കിൽ അതിലുള്ള വിവരങ്ങളുടെ തെളിവ് മൂല്യം പരിശോധിക്കാനാണ് ഈ പ്രതികളുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ഇപ്പോൾ ശേഖരിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. അജിംസ്. ശരി.